പഠിപ്പിച്ച വചനങ്ങൾക്കായി നന്ദി. കർത്താവ് വേഗം വരാൻ പോവുകയാണ്. ഒന്നുകിൽ ഞങ്ങളുടെ മരണം, അല്ലെ കർത്താവിന്റെ വരവ്. ഞങ്ങൾക്ക് എന്ത് വേണേലും നടക്കാം. ഇന്ന് ഞാൻ നാളെ നീ എന്ന മൃതശരീര പേടകങ്ങളിൽ വായിക്കുന്ന പോലെ ഞങ്ങളും ഇതേ ക്യൂവിലാണല്ലോ കർത്താവ്. ആ കോവിഡ് കാലം ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്കൊന്നുമില്ല. 30 ലക്ഷം രൂപയുടെ കറൻസിയുമായി ഒരു കുറ്റി ഓക്സിജൻ കിട്ടാതെ മരിച്ചുപോയി കർത്താവ്. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ മുഴുവൻ പണം ഉണ്ടെങ്കിലും ശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കില്ല. ഞങ്ങൾക്കൊരുപടി മണ്ണിടാൻ അതുപോലൊരു ഭയമുണ്ടായാൽ ആരും ഞങ്ങളുടെ അടുത്ത് വരില്ല. പക്ഷെ ഇരുകരം നീട്ടി സ്വീകരിക്കാൻ യേശു ഉള്ളതിനായി സ്തോത്രം. ഇവിടെ വെച്ച് തന്നെ യേശുവിന്റെ ഉറപ്പ് പ്രാപിച്ച് എല്ലാവരും ജീവിക്കാൻ സഹായിക്കണം. ഈ മകള് ഒത്തിരി കഷ്ടങ്ങളും വേദനകളും ഒക്കെ അനുഭവിച്ചു. എന്നാൽ അവൾ പ്രിയം വെച്ച കർത്താവിന്റെ മടിയിൽ ഇന്ന് സന്തോഷിക്കുന്നതിനായിട്ട് നമുക്കൊരു ഹല്ലേലൂയ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ആ ദാവീദ് പറഞ്ഞ പോലെ, അവൻ ഇനി എന്റെ അടുക്കൽ വരത്തില്ല. ആ കുഞ്ഞ് മരിച്ചപ്പോൾ ഞാൻ അവന്റെ അടുക്കൽ പോകുമെന്ന് പറഞ്ഞു. ദാവീദ് മകന്റെ മരണം കഴിഞ്ഞപ്പോൾ, മരിച്ചെന്ന് കേട്ടപ്പോൾ അതുവരെ കരയുകയും കണ്ണീരൊഴുക്കുകയും ചെയ്ത ദാവീദ് വസ്ത്രം മാറി, മുഖം കഴുകി, ഭക്ഷണം കഴിച്ചു. ഞാൻ ഇടയ്ക്കെന്ന് പറയാ, ദാവീദ്